ഓക്കെ, വെൽക്കം ബാക്ക്. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ലാസ്റ്റ് ക്ലാസ്സിലുള്ള ക്വസ്റ്റ്യൻ, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നു. വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയ AT ഗ്രാഫ്, ആക്സലറേഷൻ ടൈം ഗ്രാഫ് വരക്കണം. വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നു, അതിന് കറസ്പോണ്ടിങ് ആയ ആക്സലറേഷൻ ടൈം ഗ്രാഫ് വരക്കണം. വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലേ തന്നെ. വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ വന്ന അർത്ഥം എന്തായിരുന്നു? ഇങ്ങനെ വന്നാൽ അർത്ഥം വെലോസിറ്റി ഒരേപോലെ ഇൻക്രീസ് ആവുമല്ലേ. അപ്പോൾ ഇങ്ങനെ വന്നാൽ അർത്ഥം വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നാൽ അർത്ഥം ഗ്രാഫുകളെല്ലാം മനസ്സിലോർക്കണം. വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നാൽ യൂണിഫോം ആക്സലറേഷൻ ആയിരുന്നു. യൂണിഫോം ആക്സലറേഷൻ. വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നാലോ? ഇങ്ങനെ വന്നാൽ അർത്ഥം നിങ്ങൾ പഠിച്ചെന്നാൽ ഇങ്ങനെ വന്നാൽ അർത്ഥം ഇവിടെ ആരാണോ ഉള്ളത് അത് യൂണിഫോം ആണ്. അപ്പോൾ ഇവിടെ ഉള്ളത് വെലോസിറ്റിയാണ്. അപ്പോൾ യൂണിഫോം വെലോസിറ്റിയാണ്. ഓക്കെ. പിന്നെ ഇപ്പോൾ ഗ്രാഫ് താഴോട്ടേക്കാണുള്ളത് അല്ലേ. അപ്പോൾ ഗ്രാഫ് താഴേക്കാവുമ്പോൾ വെലോസിറ്റി ഒരേപോലെ കുറയുകയാണ് അല്ലേ. അപ്പോൾ ഇത് യൂണിഫോം റിട്ടാർഡേഷൻ്റെ ഗ്രാഫാണ്. യൂണിഫോം റിട്ടാർഡേഷനാണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയി യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചെന്നാൽ യൂണിഫോം വെലോസിറ്റി ആകുമ്പോൾ ആക്സലറേഷൻ എന്താണ്? 0 ആണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയ AT ഗ്രാഫ് വരക്കണം. അപ്പോൾ ഇവിടെ വെലോസിറ്റി എല്ലാം എഴുതിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ ആക്സലറേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ആക്സലറേഷൻ കാണാൻ ആക്സലറേഷൻ ഈക്വൽ ടു v-u/t അല്ലേ. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെ അല്ലേ. അപ്പോൾ സ്റ്റാർട്ടിങ് ഇവിടെ ആയതുകൊണ്ട് u എന്താണ്? 0. ഇത് u വെലോസിറ്റി ഇവിടെ അല്ലേ. അപ്പോൾ u 0. ഈ ഗ്രാഫ് എൻഡ് ചെയ്യുന്ന ഇവിടെയാണ്. അപ്പോൾ ഇതിന് നേരെ വരുന്ന ഇതാണ് v. അപ്പോൾ v എത്രയാ? 10. v 10ഉം u 0. പിന്നെ ഇവിടെ മുതൽ ഇവിടെ വരെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഈ കേസ് അനലൈസ് ചെയ്യുന്നതുകൊണ്ട് ടൈം എത്രയാ? 2 ആണ്. അപ്പോൾ v 10ഉം u 0. 10 - 0 ബൈ ടൈം എത്രയാ? ഇത് 2 ആണ്. 2. അപ്പോൾ 5 m/s² ആണ് ആക്സലറേഷൻ. ഇനി ഈ കേസിൽ ഇങ്ങനെ വന്നുമ്പോൾ നമ്മൾ പഠിച്ചു യൂണിഫോം വെലോസിറ്റി ആണ് അല്ലേ. അപ്പോൾ ആക്സലറേഷൻ 0 ആണ്. അപ്പോൾ സെക്കൻഡ് കേസിൽ ആക്സലറേഷൻ 0 ആണ്. അത് പോട്ടെ. ഇനി തേർഡ് കേസിൽ എടുക്കുന്ന സമയത്ത് ആക്സലറേഷൻ v-u/t എടുക്കുന്ന കേസിൽ ഗ്രാഫ് ഇങ്ങനെയല്ലേ വന്നേ. അപ്പോൾ ഇതല്ലേ സ്റ്റാർട്ടിങ്, ഇങ്ങനെയല്ലേ ഗ്രാഫ്. ഇവിടെ മുതൽ ഇവിടെ വരെ ടൈം 2 ആണ് അല്ലേ. 4 മുതൽ 6 വരെ ടൈം 2 ആണ്. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഇതാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ഇതിന് നേരെയുള്ളതാണ് u. അപ്പോൾ u10ഉം ഗ്രാഫ് അവസാനിക്കുന്ന ഇവിടെ. അപ്പോൾ ഇതാണ് ഇതിന് നേരെ വരുന്ന v. അപ്പോൾ v എത്രയാ? 0. അപ്പോൾ v 0 പക്ഷേ u10 ബൈ ടൈം എത്രയാണ്? ഇതെത്രയാ? 2. അപ്പോൾ -10/2 എന്ന് പറഞ്ഞാൽ -5 m/s² വരും. ഇനി ഇതിന് തുല്യമായ ആക്സലറേഷൻ ടൈം ഗ്രാഫ് അല്ലേ വരക്കണ്ടേ, AT ഗ്രാഫ് അല്ലേ വരക്കണ്ടേ. ടൈം എങ്ങനെയുള്ള ടൈം നമുക്ക് ആദ്യം ചെയ്താൽ ടൈം 2, 4, 6 ടൈം. ആക്സലറേഷൻ 5 ഉണ്ട് അല്ലേ. 5 ഉണ്ട്, 5 m/s² ഉണ്ട്, പിന്നെ -5 ഉണ്ട് അല്ലേ. ഫസ്റ്റ് കേസിൽ ടൈം 2 വരെ യൂണിഫോം ആക്സലറേഷൻ അല്ലേ. ആക്സലറേഷൻ 5 ആണ്. യൂണിഫോം ആക്സലറേഷൻ ഇത് യൂണിഫോം എന്ന് പറയുമ്പോൾ ഗ്രാഫ് ഇങ്ങനെ അല്ലേ. യൂണിഫോം ആക്സലറേഷൻ എത്രയാണ് കിട്ടിയ? 5. അപ്പോൾ ആക്സലറേഷൻ 5 ടൈം 2 വരെ. അപ്പോൾ ഇങ്ങനെ വരച്ചർത്ഥം യൂണിഫോം ആക്സലറേഷൻ. പിന്നെ ഈ കേസിൽ 2 മുതൽ 4 വരെ ടൈം 2 മുതൽ 4 വരെ യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ ആക്സലറേഷൻ എന്താണ്? 0 ആണ്. അപ്പോൾ 2 മുതൽ 4 വരെ ഈ ആക്സലറേഷൻ 0 ആണ് അല്ലേ. 2 മുതൽ 4 വരെ 0 ആണ്. അപ്പോൾ ഗ്രാഫ് ഇവിടെ വരിക 0 തന്നെ. 2 മുതൽ 4 വരെ 0 ആണ്. ഇനി 4 മുതൽ 6 വരെ യൂണിഫോം റിട്ടാർഡേഷൻ അല്ലേ. റിട്ടാർഡേഷൻ എത്രയാ? അല്ല -5 വരെ വരുന്ന ആക്സലറേഷൻ. അപ്പോൾ 4 മുതൽ 6 വരെ തേർഡ് കേസ് 4 മുതൽ 6 വരെ ആക്സലറേഷൻ -5. 4 മുതൽ 6 വരെ -5 ആണ്. അപ്പോൾ -5ന് നേരെ വരക്കുക, ഇങ്ങനെ വരിക. അപ്പോൾ ഇത് യൂണിഫോം ആക്സലറേഷൻ. ഈ കേസിൽ ആക്സലറേഷൻ 0. പിന്നെ എവിടെയാണ് വരുന്നത്? ഇവിടെ വന്നാൽ അർത്ഥം നെഗറ്റീവ് അല്ലേ, നെഗറ്റീവ് ആക്സലറേഷൻ. അപ്പോൾ യൂണിഫോം റിട്ടാർഡേഷൻ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫ് വരക്കുക. എ ട്രെയിൻ മൂവ്സ് ഫ്രം വൺ സ്റ്റേഷൻ ടു അനദർ ഇൻ 2 hours ടൈം. ഇറ്റ്സ് സ്പീഡ് ടൈം ഗ്രാഫ് ആണ് തന്നത്. സ്പീഡ് ടൈം ഗ്രാഫാണ് നമുക്ക് തന്നത്. ഇതുള്ളത് km/hലാണ്. ഓക്കെ. സ്പീഡ് km/h, ടൈം ഉള്ളത് ഹവറിലാണ്. ഇത് ഹവറിലാണ്, ടൈം ഉള്ളത് ഹവറിലാണ്.
ഓക്കെ. ക്വസ്റ്റ്യൻ സ്പീഡ് ടൈം ഗ്രാഫ് അല്ലേ തന്നെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിറ്റർമിൻ ദ മാക്സിമം ആക്സലറേഷൻ. അപ്പോൾ സ്പീഡ് ടൈം ഗ്രാഫിനെ നമുക്ക് സ്പീഡ് ടൈം ഗ്രാഫാണ് തന്നെ. വെലോസിറ്റി ടൈം ഗ്രാഫ് എന്നുള്ള രൂപത്തിലെടുക്കും. വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് ആക്സലറേഷൻ കാണാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് ആക്സലറേഷൻ ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫാണ് ആക്സലറേഷൻ അല്ലേ പഠിച്ചേ? ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സലറേഷൻ. സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ് വെലോസിറ്റി. സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ് വെലോസിറ്റി. ഇനി സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫാണ് ആക്സലറേഷൻ. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ സ്ലോപ്പ് കാണാനല്ലേ പറഞ്ഞത്? സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് വെലോസിറ്റി. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫാണ് ആക്സലറേഷൻ. അപ്പോൾ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പോൾ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഈക്വൽ സ്ലോപ്പ് എന്ന് വെച്ചാൽ ടാൻ തീറ്റ. അപ്പോൾ നിങ്ങൾ പക്ഷേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മാക്സിമം ആക്സലറേഷനാണ്. മാക്സിമം ആക്സലറേഷൻ അതല്ലേ പറഞ്ഞത്? മാക്സിമം ആക്സലറേഷൻ അല്ലേ പറഞ്ഞത്? മാക്സിമം ആക്സലറേഷനാണ് പറഞ്ഞത്. മാക്സിമം ആക്സലറേഷൻ കാണാൻ ടാൻ, അപ്പോൾ തീറ്റ മാക്സിമം എടുക്കണം. തീറ്റ മാക്സിമം. അപ്പോൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ തീറ്റ വരുന്നത്? തീറ്റ എന്ന് വെച്ചാൽ ആംഗിൾ അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ ഗ്രാഫ് നോക്കൂ. ഈ കേസിൽ ഇവിടെ ഇതല്ലേ തീറ്റ? തീറ്റ ഇങ്ങനെയല്ലേ? തീറ്റ മാർക്ക് ചെയ്യേണ്ട എക്സ് ആക്സ് ആയിട്ടല്ലേ തീറ്റ മാർക്ക് ചെയ്യേണ്ടത്? ഇവിടെ എക്സ് ആക്സ് നമ്മളിങ്ങനെ കൊടുത്താൽ ഇവിടെ ഇങ്ങനെയല്ലേ തീറ്റ വരിക അല്ലേ? അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ഇവിടെയല്ലേ വരിക. പിന്നെ ഇവിടെ തീറ്റ എടുക്കുമ്പോൾ എന്തായാലും ഇതിനേക്കാളും കുറവാണ് അത് വരിക. അപ്പോൾ എങ്ങനെ നോക്കിയാലും നമ്മൾ ഇവിടെയാണ് തീറ്റ എന്ത് വരിക? മാക്സിമം വരിക. അപ്പോൾ ഈ ട്രയാങ്കിളാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഈ ട്രയാങ്കിൾ എടുത്തിട്ട് ഇവിടെയാണ് തീറ്റ. ഈ തീറ്റേനേക്കാളും ഈ ആംഗിളിനേക്കാളും കൂടുതൽ ആംഗിൾ വരുന്ന ഇവിടെയാണ് തീറ്റ മാക്സിമം. തീറ്റ മാക്സിമം ആകുമ്പോഴാണ് ആക്സലറേഷൻ മാക്സിമം ആവുക. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണ്. മാക്സിമം ആക്സലറേഷൻ കാണാൻ തീറ്റ മാക്സിമം എടുക്കണം. അപ്പം മാക്സിമം തീറ്റ വരിക ഇവിടെയാണ്, ഇതിനേക്കാളും ഇവിടെയാണ് വരിക. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ അകത്ത് നിന്ന് ടാൻ തീറ്റ കണ്ടാൽ മതി. കാരണം ഇതാണ് തീറ്റ മാക്സിമം, ഇതാണ് മാക്സിമം തീറ്റ. ഓക്കെ. അപ്പോൾ ഈ ട്രയാങ്കിളിൽ നിന്ന് ടാൻ തീറ്റ കാണും. ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഈ സൈഡ് എടുക്കണം. ഈ സൈഡ് എത്ര വരിക? ഇവിടെ വരുന്ന 20 അല്ലേ? 20 മുതൽ 50 വരെ. 20 മുതൽ 50 വരെ എന്ന് പറയുമ്പോൾ 20 മുതൽ 50 വരെ എന്ന് പറയുമ്പോൾ 30 അല്ലേ? അപ്പോൾ ഈ സൈഡ് 30 km/h ആണല്ലേ? അപ്പോൾ ഈ സൈഡ് 30. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അഡ്ജസൻറ്റ് സൈഡ് ഇതാണ്. അഡ്ജസൻറ്റ് സൈഡ് വരുന്നത് 0.75 മുതൽ 1 വരെ അല്ലേ? അഡ്ജസൻറ്റ് സൈഡ് ഇതല്ലേ വരിക? 0.75 മുതൽ 1 വരെ. അപ്പോൾ 0.75 മുതൽ 1 വരെ. 0.75 മുതൽ 1 വരെ എത്രയാണ്? 0.75 മുതൽ 1 വരെ എന്ന് പറയുമ്പോൾ 0.25 വരിക. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് സൈഡ് 30. അഡ്ജസൻറ്റ് സൈഡ് ഇത് 0.25 വരും. ഇത് മുതൽ ഇതുവരെ 0.25. അപ്പോൾ 30 ബൈ ഇത് 0.25. അപ്പം ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ. അപ്പം 30 ബൈ 0.25 എന്ന് പറയുമ്പോൾ 1/4 അല്ലേ? 1/4 അല്ലേ 0.25? അപ്പം ഇത് വരിക, ആൻസർ വരിക 120 വരും. 120 കിലോമീറ്ററിലല്ലേ ആൻസർ? അപ്പോൾ km/h² വരും. ആക്സലറേഷൻ്റെ യൂണിറ്റ് എന്താ? m/s². പക്ഷേ ഇത് ക്വസ്റ്റ്യനുള്ളത് കിലോമീറ്ററിലും ഹവറിലോ. അപ്പോൾ മീറ്ററിന് പകരം കിലോമീറ്റർ, per/s²ന് പകരം h², അങ്ങനെ വരും. അപ്പോൾ ഇതായിരിക്കും മാക്സിമം ആക്സലറേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്നാ? കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ്. ഒരു പോയിന്റ് കൂടി. ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ദ ടൈം ഇൻ്റർവെൽ ഫ്രം 0.75 ഹവർ ടു 1 അവർ. അപ്പോൾ നമ്മൾ കാണേണ്ട ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള അർത്ഥത്തിൽ തൽക്കാലം എടുക്കുക. ഇത് തന്നിരിക്കുന്ന സ്പീഡ് ടൈം ഗ്രാഫ് അല്ലേ? ഇപ്പോൾ സ്പീഡ് ടൈം ഗ്രാഫ് ആകുമ്പോൾ ഡിസ്റ്റൻസ് എങ്ങനെയാണ്? ഡിസ്റ്റൻസ് ഈക്വൽ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. അങ്ങനെയല്ലേ പഠിച്ചേ? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലേ ഡിസ്പ്ലേസ്മെൻറ്റ്? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ ഏരിയ അണ്ടർ സ്പീഡ് ടൈം ഗ്രാഫ് അതായിരിക്കും ഡിസ്റ്റൻസ്. അപ്പോൾ ഏരിയ കാണണം. പക്ഷേ ഏരിയ കാണുമ്പോൾ നിങ്ങൾ ഫുൾ ഏരിയ കാണേണ്ട ആവശ്യമില്ല. ഇവിടെ ഇൻ്റർവെൽ പറഞ്ഞിട്ടുണ്ട്, ടൈം ഇൻ്റർവെൽ പറഞ്ഞിട്ടുണ്ട്. ടൈം ഇൻ്റർവെൽ ഫ്രം 0.75 ഹവർ ടു 1 അവർ. ഈ ടൈം ഇൻ്റർവെല്ലാണ് പറഞ്ഞത്. അപ്പോൾ 0.75 മുതൽ 1 വരെ ഉള്ള, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസാണ് ചോദിച്ചത്.
അപ്പോൾ നിങ്ങൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഏരിയ കണ്ടാൽ മതി. ഏരിയ കാണുമ്പോൾ ഇതല്ലേ നമ്മുടെ ഗ്രാഫ്, ഇതാണ് നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയല്ലേ പോയത്, ഇങ്ങനെ ഇങ്ങനെ പിന്നെ ഇങ്ങനെയല്ലേ പോയത്. അപ്പോൾ ഇതാണ് ഗ്രാഫ്. ഏരിയ കാണുമ്പോൾ ഞാൻ പറഞ്ഞു ഗ്രാഫും എക്സ് ആക്സിസും തമ്മിലുള്ള ഏരിയ കാണണം. അപ്പോൾ ഗ്രാഫിൻ്റെ അണ്ടറിൽ ഈ ഏരിയ കാണണം, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണണം. പിന്നെ എക്സ് ആക്സിസ് ഇവിടെയല്ലേ വരുന്നത്, അപ്പോൾ ഈ ഏരിയയും കാണണം. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും കാണണം, ട്രയാങ്കിളിൻ്റെ ഏരിയയും കാണണം. അപ്പോൾ ആദ്യം റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പറഞ്ഞോ. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഏരിയ 0.75 മുതൽ 1 വരെ ചെയ്യണ്ടു. കാരണം ടോട്ടൽ കാണാൻ പറഞ്ഞിട്ടില്ല, അത് പ്രത്യേകം ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ടൈം ഇൻ്റർവെൽ 0.75 മുതൽ 1 വരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 0.75 മുതൽ 1 വരെ ചെയ്യണ്ടു. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഏരിയ കാണണം, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. ഇതിൻ്റെ ഏരിയ എന്ത് വരും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത്ത് ഇത്ര 20, ഇവിടെ വരുന്നത് 20 ആണ്, ഇത് 20 ആണ്. ഓക്കെ, ഇവിടെ 50. ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അപ്പോൾ ലെങ്ത്ത് വരുന്നത് 20 ആണ്. ബ്രെഡ്ത്ത് വരുന്നത് ഇതാ ഇവിടെ മുതൽ ഇവിടെ 0.75 മുതൽ 1 വരെ, അത് 0.25. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അപ്പോൾ 20 ഇൻറ്റു 0.25, 20 ഇൻറ്റു 0.25 പ്ലസ്. ഇപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആയി. ഇനി ട്രയാങ്കിളിൻ്റെ ഏരിയ കാണും. അല്ല, ഇത് മൊത്തത്തിലൊരു ട്രപ്പീസിയം പോലെ എടുക്കുക വേണം കേട്ടോ. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടാൽ മതി. ഓക്കെ, നമ്മൾ ചെയ്തു പോയല്ലോ. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പ്ലസ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഹാഫ് BH, ഹാഫ് ഇൻറ്റു BH. ബി എന്ന് പറയുമ്പോൾ ഇതാണ് അല്ലേ, ബി ഇവിടെ മുതൽ ഇവിടെ വരെ. അപ്പോൾ ഇത് 0.25. ബി ഇൻറ്റു എച്ച് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. 20 മുതൽ 50 വരെ, 20 മുതൽ 50 വരെ 30. അപ്പോൾ ഇത് 0.25 ബി ഇൻറ്റു എച്ച് 30. അപ്പോൾ ഹാഫ് ഇൻറ്റു ബി 0.25 ഇൻറ്റു എച്ച് 30. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 20 ഇൻറ്റു 0.25 എന്ന് പറഞ്ഞാൽ 1/4 പ്ലസ് ഹാഫ് ഇൻറ്റു 1/4 ഇൻറ്റു 30 ഇങ്ങനെ വരും. അപ്പോൾ ഇതെത്ര വരും? 5 വരും. ഓക്കെ, ഇത് വെട്ടിയാൽ 15 വരും. അപ്പോൾ 5 പ്ലസ് 15/4. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. പക്ഷേ ഡിസ്റ്റൻസ് അപ്പോൾ ആൻസർ കിട്ടിയാൽ ഡിസ്റ്റൻസ് ചെയ്തേണ്ട കിലോമീറ്ററിലാണ്. ഡിസ്റ്റൻസ് കിലോമീറ്ററിലായിരിക്കും, കാരണം തന്നിരിക്കുന്ന കിലോമീറ്ററിലാണല്ലോ. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. റെഡി? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് റിലേറ്റീവ് വെലോസിറ്റി. ഈ ഒരു സംഭവം കൂടിയാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ കഴിയാണ്. റിലേറ്റീവ് വെലോസിറ്റി. റിലേറ്റീവ് വെലോസിറ്റി ഈ വാക്കിൽ തന്നെ ഉണ്ടല്ലോ, റിലേറ്റീവ്, ആപേക്ഷികം അല്ലേ. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരു ബസ്, നമ്മൾ ഈ ബസ്സിനെ ഞാൻ എ എന്ന് വിളിച്ചു. വേറൊരു ബസ് ബി എന്ന് വിളിച്ചു. പുറമേ ഗ്രൗണ്ടിൽ ഒരാൾ നിൽക്കുന്നു. ഈ ബസ്സിൻ്റെ വെലോസിറ്റി ഞാൻ എ ആയതുകൊണ്ട് വി എ എന്ന് വിളിച്ചു. വി എ ഒരു 15 മീറ്റർ/സെക്കൻഡ് ആണെന്ന് വിചാരിക്കും. ഇതിൻ്റെ വെലോസിറ്റി വി ബി, ഇത് ഞാനൊരു 8 മീറ്റർ/സെക്കൻഡ് എന്ന് എടുത്തു. ഗ്രൗണ്ടിലുള്ള ആൾ റെസ്റ്റിലാണ്. അപ്പോൾ ഇയാൾ റെസ്റ്റിലായതുകൊണ്ട്, അപ്പോൾ നിങ്ങൾ ഈ ആളെ വെച്ച് ചിന്തിക്കുക. ഈ കക്ഷി നോക്കുമ്പോൾ ഈ ബസ്സിൻ്റെ വെലോസിറ്റി 15. അപ്പോൾ ഇദ്ദേഹത്തെ അപേക്ഷിച്ച് ഈ ബസ്സിൻ്റെ വെലോസിറ്റി 15 ആണ്. ഇനി ഇദ്ദേഹത്തെ തന്നെ അപേക്ഷിച്ച് ഈ ബസ്സിൻ്റെ വെലോസിറ്റി 8 ആണ്. ഓക്കെ, പക്ഷേ ഇതിനെ അപേക്ഷിച്ച് ബിയെ അപേക്ഷിച്ച് എയുടെ വെലോസിറ്റി 15 അല്ല. ഇപ്പം നിങ്ങൾ നോക്കൂ, ഈ ബസ് 8 മീറ്റർ/സെക്കൻഡ് അല്ലേ. ഇതിപ്പോൾ നിർത്തിയിട്ട ബസ്സാണെങ്കിലോ, നിർത്തിയിട്ട ബസ് എന്ന് പറഞ്ഞാൽ ഇതിന് വെലോസിറ്റി ഇല്ല. നിർത്തിയിട്ട ബസ്സാണെങ്കിൽ ഇതിൻ്റെ സൈഡിലൂടെ ഈ ബസ് നമുക്കറിയാം, ഇതിൻ്റെ സൈഡിലൂടെ വളരെ പെട്ടെന്ന് അങ്ങ് കടന്നു പോകും അല്ലേ. വളരെ പെട്ടെന്ന് കടന്നു പോകുമെന്ന് പറഞ്ഞാൽ 15 മീറ്റർ/സെക്കൻഡ് വെലോസിറ്റി തന്നെ കടന്നു പോകും. കാരണം ഇത് റെസ്റ്റിലായതുകൊണ്ട് ഇതിനെ അപേക്ഷിച്ച് അതിൻ്റെ വെലോസിറ്റി 15 ആണ്. അപ്പോൾ അത്ര ഇത് റെസ്റ്റിലാണെങ്കിൽ അത്ര ഇതിൻ്റെ സൈഡിലൂടെ വളരെ പെട്ടെന്ന് അതങ്ങ് പോകും. പക്ഷേ ഈ ബസ് മൂവ് ചെയ്യുകയാണെങ്കിലോ, ഈ ബസ്സിൽ നമ്മൾ ഇരിക്കുന്നു എന്ന് വിചാരിക്കും, ഒരാളിരിക്കുന്നു. അപ്പോൾ നമുക്കെന്താ മനസ്സിലാവും? ഇതിനാണ് വെലോസിറ്റി കൂടുതൽ. അപ്പോൾ ഈ ബസ് മുന്നിലും ഈ ബസ് പുറകിലാന്ന് വിചാരിക്കും. ഇതിന് വെലോസിറ്റി കൂടുതലാണ്. അപ്പോൾ ഈ ബസ്സിലിരിക്കുന്ന ആൾ ഈ ബസ്സിൻ്റെ അകത്ത് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എന്നാ കാണുക? നമ്മളെ സൈഡിലൂടെ ഈ ബസ് ഇങ്ങനെ വന്ന് ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ കടന്നു പോകും. നിർത്തിയിട്ട ബസ്സായിരുന്നെങ്കിലോ, ഇത് നിർത്തിയിട്ടായിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് അങ്ങ് പോകില്ലേ.
പക്ഷേ ഇതും സഞ്ചരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആളെന്നാ കാണുക, ഇതിനുള്ളിലിരിക്കുന്ന ആൾ കാണുക ഈ ബസ് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് മെല്ലെ നിർത്തിയിട്ടാണെങ്കിൽ പെട്ടെന്ന് പോകുമായിരുന്നു. പക്ഷേ ഇതും മൂവ് ചെയ്യുന്നത് കൊണ്ട്, ഈ ബസ് മൂവ് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾ കാണുക ഈ ബസ് ഇങ്ങനെ വന്ന് ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ കടന്നു പോകുന്നതല്ലേ കാണുക. നേരത്തെ പോലെ ഇത് നിർത്തിയിട്ട പോലെ വളരെ സ്പീഡിൽ അതുപോലെ അങ്ങ് പോവോ? ഇല്ലല്ലോ. ഇങ്ങനെ വന്ന് കടന്ന് ഇങ്ങനെ പാസ് ചെയ്ത് പോകല്ലേ ചെയ്യുക അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിനെ അപേക്ഷിച്ച്, ഈ ബി എന്ന് പറയുന്ന ബസ്സിനെ അപേക്ഷിച്ച് അതിൻ്റെ വെലോസിറ്റി 7 എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ, കാരണം കുറച്ച് മെല്ലെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് തോന്നുക. ഇത് മൂവ് ചെയ്യുകയാണെങ്കിൽ, ഈ ബസ് മൂവ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് മെല്ലെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാം. നേരത്തെ പോലെ നിർത്തിയിട്ട ബസ്സിനെ പോലെ വളരെ സ്പീഡിൽ കടന്നു പോകുന്ന പോലെ അങ്ങ് കടന്നു പോവുകയല്ല ചെയ്യുക. ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾക്ക് കാണുക ഇതിങ്ങനെ മെല്ലെ ഇങ്ങനെ പാസ് ചെയ്യുന്ന പോയിട്ട് കാണുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിനെ അപേക്ഷിച്ച് ഈ ബസ്സിൻ്റെ വെലോസിറ്റി 7 എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് ഇത് മൈനസ് ചെയ്യണം. അപ്പോൾ രണ്ട് വസ്തുക്കൾ ഒരേ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞു, ഇയാൾ റെസ്റ്റിലായതുകൊണ്ട് ഇതിനെ അപേക്ഷിച്ച് അതിൻ്റെ വെലോസിറ്റി 15, ഇതിനെ അപേക്ഷിച്ച് ഇതിൻ്റെ വെലോസിറ്റി 8. പക്ഷേ ഇതിനെ അപേക്ഷിച്ച് ഇതിൻ്റെ വെലോസിറ്റി 7 എന്ന് പറയുമ്പോൾ മൈനസ് ചെയ്യണം. അതിൻ്റെ പേരാ റിലേറ്റീവ് വെലോസിറ്റി. എന്ന് വെച്ചാൽ ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്നിൻ്റെ വെലോസിറ്റി ഓഫ് വൺ ബോഡി വിത്ത് റെസ്പെക്ട് ടു അനദർ ബോഡി. ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്നിൻ്റെ വെലോസിറ്റിൻ്റെ പേരാണ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് വൺ ബോഡി വിത്ത് റെസ്പെക്ട് ടു അനദർ ബോഡി, ദാറ്റ് ഈസ് കോൾഡ് റിലേറ്റീവ് വെലോസിറ്റി. അപ്പോൾ ഞാനിങ്ങനെ ആയിരുന്നു, അപ്പോൾ ഇതിനെ അപേക്ഷിച്ച് അതിൻ്റെ വെലോസിറ്റി ഞാൻ പറഞ്ഞു 7 എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ രണ്ടും ട്രാവൽ ചെയ്യുന്ന ഒരേ ഡയറക്ഷനിലെ, അപ്പോൾ ഒരേ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുമ്പോൾ വെലോസിറ്റി ഓഫ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് വെച്ചാൽ വി എ മൈനസ് വി ബി എന്ന് എടുക്കണം. ഇത് ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ വേണം. വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മോഷനല്ല. നിങ്ങൾ മോഷൻ ഇൻ എ പ്ലെയിൻ അടുത്ത ചാപ്റ്ററിൽ നിങ്ങൾ ഒരു വസ്തു ഇങ്ങനെ പോകുന്നു, വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ്. ഒരു വസ്തു ഇങ്ങനെ പോകുന്നു, വെലോസിറ്റി 8 മീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങനെ, അപ്പോൾ ഒരേ ഡയറക്ഷനിലല്ല, ഒന്നിങ്ങനെയാണ് പോകുന്നത്. ഈ കേസിലൊക്കെ ഇത് വി ബി എടുത്തോ. ഈ കേസിലൊക്കെ, ഇങ്ങനെയുള്ള കേസിലൊക്കെ റിലേറ്റീവ് വെലോസിറ്റി കാണുന്നത് നിങ്ങൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. നമ്മളിപ്പോൾ പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ മോഷനിലാണ്, രണ്ടും സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ലൈനിൽ ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് വെച്ചാൽ വി എ മൈനസ് വി ബി എടുക്കണം. ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ. നേരെ തിരിച്ചു വരുമ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ, അങ്ങനെ വരുമ്പോൾ വി ബി മൈനസ് വി എന്ന് എടുക്കണം. അപ്പോൾ എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറഞ്ഞാൽ വി എ മൈനസ് വി ബി, ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറഞ്ഞാൽ വി ബി മൈനസ് വി എ, അങ്ങനെ എടുക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടോക്കുക, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറഞ്ഞാൽ വി എ മൈനസ് വി ബി അല്ലേ. അപ്പോൾ വി എ മൈനസ് വി ബി എടുക്കുക. അപ്പോൾ ഇത് മൈനസ് ഇത് 7 വരും. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറയുമ്പോൾ വി ബി മൈനസ് വി എ എന്ന് പറയുമ്പോൾ ഇത് മൈനസ് 8 മൈനസ് 15, അപ്പോൾ മൈനസ് 7 വരും. അങ്ങനെയാണ് റിലേറ്റീവ് വെലോസിറ്റി പറയുക. ഓക്കെ, ഇത് രണ്ട് വസ്തുക്കൾ സ്ട്രെയിറ്റ് ലൈനിൽ, വൺ ഡയമെൻഷണൽ മോഷനിൽ നമ്മൾ പറയുന്നത്, സ്ട്രെയിറ്റ് ലൈനിൽ ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ. ഇനി ഈ രണ്ട് ബസ്സുകളും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യട്ടെ, പി ബി ഈക്വൽ ടു 8 മീറ്റർ പെർ സെക്കൻഡ് ആകട്ടെ. അപ്പോൾ രണ്ട് മൂവ് ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അല്ലേ. നിങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, രണ്ട് ബസ്സുകൾ, നമ്മളിപ്പോൾ ഒരു ബസ്സിലിരിക്കുന്നു. ഓക്കെ, രണ്ട് ബസ്സുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ബസ്സിൻ്റെ അകത്ത് ഉണ്ടെന്ന് വിചാരിച്ചോ, ഇതിനകത്ത് ഇരിക്കുകയാണ്. ഓപ്പോസിറ്റായിട്ട് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന, ഓപ്പോസിറ്റായിട്ട് വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് അങ്ങ് പാസ് ചെയ്തു അല്ലേ, വളരെ പെട്ടെന്ന് കടന്നു പോകും. പെട്ടെന്ന് കടന്നു പോകുന്നതാണ് അർത്ഥം വെലോസിറ്റി കൂടും. അപ്പോൾ ഓപ്പോസിറ്റായിട്ട് വരുമ്പോൾ വളരെ സ്പീഡ് അങ്ങ് കടന്നു പോകും രണ്ടും തമ്മിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം സ്പീഡ് കടന്നു പോകുന്ന വെലോസിറ്റി കൂടുക ചെയ്യുക. അപ്പോൾ ഇയാളെ അപേക്ഷിച്ച് അതിൻ്റെ വെലോസിറ്റി കൂടുക, വളരെ പെട്ടെന്ന് കടന്നു പോലെ, അപ്പോൾ വെലോസിറ്റി കൂടുക. അപ്പോൾ ഇതിനെ അപേക്ഷിച്ച് അതിൻ്റെ വെലോസിറ്റി കാണണമെങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്യാൻ വേണ്ടത്. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 23 വരിക. എന്ന് പറഞ്ഞാൽ വെലോസിറ്റി വല്ലാതെ കൂടുക. എന്ന് പറഞ്ഞാൽ ഇതിനെ അപേക്ഷിച്ച് അതിൻ്റെ വെലോസിറ്റി രണ്ടും ആഡ് ചെയ്യാണ് വേണ്ടത്.
അല്ലെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി കാണുന്ന ജനറൽ ഫോമിൽ ഇത് തന്നെ വി എ മൈനസ് വി ബി തന്നെ. പക്ഷേ അപ്പോൾ വി എ മൈനസ് വി ബി എടുക്കുമ്പോൾ ഇത് ഓപ്പോസിറ്റ് ആയിട്ടല്ലേ പോകുന്നത്. വെലോസിറ്റി വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞു തന്നാൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇത് വരുന്നതുകൊണ്ട് ഇത് നെഗറ്റീവ് എടുക്കണം. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് നെഗറ്റീവ് എടുക്കണം. അപ്പോൾ 15 വി എ 15 മൈനസ് വി ബി ഇതെടുക്കുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് ഇത് 8 എന്നുള്ള -8 എടുക്കണം. -8 അപ്പോൾ പ്ലസ് ആയില്ലേ. അപ്പോൾ 15 + 8 23 വരിക. അപ്പോൾ മക്കളിങ്ങനെ ഓർമ്മിച്ചായി ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോൾ രണ്ടും തമ്മിൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. പ്ലസ്സാണ് വരിക. അപ്പോൾ രണ്ടും ആഡ് ചെയ്താൽ മതി. പ്ലസ് അപ്പോൾ മൈനസ് ഒന്നും നോക്കണ്ട, രണ്ടും ആഡ് ചെയ്താൽ മതി. വി എ പ്ലസ് വി ബി വരിക. വി എ പ്ലസ് വി ബി വരിക. ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ റിലേറ്റീവ് വെലോസിറ്റി വി എ പ്ലസ് വി ബി വരിക. 1 ഡയമെൻഷണൽ മോഷനാണ്. അപ്പോൾ 1 ഡയമെൻഷൻ സ്ട്രെയിറ്റ് ലൈനിൽ രണ്ട് വസ്തുക്കൾ ഓപ്പോസിറ്റായി വരുമ്പോൾ ഓപ്പോസിറ്റായി വരും. അപ്പോൾ വെൻ ദേ മൂവ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അലോങ് സ്ട്രെയിറ്റ് ലൈനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ റിലേറ്റീവ് വെലോസിറ്റി വരിക വി എ പ്ലസ് വി ബി എന്നാണ് വരിക. റിലേറ്റീവ് വെലോസിറ്റി വി എ പ്ലസ്. അപ്പം സെയിം ഡയറക്ഷനിൽ സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുമ്പോൾ എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുമ്പോൾ വി എ മൈനസ് വി ബി, ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറയുമ്പോൾ വി ബി മൈനസ് വി എ. ഇനി ഓപ്പോസിറ്റായി മൂവ് ചെയ്യുമ്പോൾ റിലേറ്റീവ് വെലോസിറ്റി കാണാൻ രണ്ടും തമ്മിൽ ആഡ് ചെയ്യണം. വെലോസിറ്റി ആഡ് ചെയ്യണം. വി എ പ്ലസ് വി ബി ആ വരിക. ഇതുമായി റിലേറ്റഡ് ആയിട്ട് ഞാൻ ചെറിയൊരു ക്വസ്റ്റ്യൻ പറയാം, നോക്കൂ. ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഒരു റിലേറ്റീവ് വെലോസിറ്റി ആയിട്ട് റിലേറ്റഡ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണേ. നോക്കൂ, ഓർമ്മിച്ചാൽ മതി. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ പറയുന്നത് പോലെ എടുക്കണം എന്ന് മനസ്സിലാക്കുക. അതായത് ഇതിപ്പോൾ ഒരു ട്രെയിനാണ്. ഈ ട്രെയിനിൻ്റെ ലെങ്ത്ത് 200 മീറ്റർ ആണെന്ന് വിചാരിക്കും. തൽക്കാലം ഇങ്ങനെ വിചാരിക്കും 200 മീറ്റർ ആണെന്ന് വിചാരിക്കൂ. ഓക്കെ, ഇവിടെ ഒരു ഇതൊരു ബേർഡാണ്. ഈ ബേർഡ് പോകുന്ന വെലോസിറ്റി ഈ എൻഡിൻ്റെ നേരെ മുകളിൽ വിചാരിക്കും. ഇതിൻ്റെ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് വിചാരിക്കും. ഈ ട്രെയിൻ ഉള്ളത് റസ്റ്റിലാണ്. അപ്പോൾ ഈ ബേർഡ് 5 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ പോവുകയാണ്. ട്രെയിൻ നിർത്തിയിട്ട ട്രെയിനാണ്, റസ്റ്റിലാണ്. അപ്പോൾ ബേർഡ് 5 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ പോവുകയാണെങ്കിൽ ഈ ബേർഡ് ഇതിനെ ക്രോസ് ചെയ്യാൻ, ഇവിടെ എത്താൻ എത്ര ടൈം എടുക്കുന്ന ചോദ്യം. അപ്പോൾ ടൈമാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ കാണുന്ന ടൈമാണ്. നിർത്തിയിട്ട ട്രെയിന് ഈ ബേർഡ് ഇവിടെ എത്താൻ എടുക്കുന്ന ടൈം നമുക്കറിയാം. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ നമുക്ക് കാണേണ്ടത് ടൈം അല്ലേ. ഇപ്പോൾ ടൈം ഈക്വൽ എന്ത് വരും, ഇത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് വരുമല്ലോ. ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് വരും. ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് ബേർഡ് ഇവിടെ മുതൽ ഇവിടെ വരെയല്ലേ പോകുന്നത്. ഇപ്പോൾ എത്രയാ? 200. ഡിസ്റ്റൻസ് 200 ബൈ സ്പീഡ്, ബേർഡിൻ്റെ സ്പീഡ് എത്രയാണ്? 5. സ്പീഡ് 5. കാരണം നിർത്തിയിട്ട ട്രെയിനായതുകൊണ്ട് ഇതിന് സ്പീഡില്ല. ബേർഡിൻ്റെ സ്പീഡ് എടുത്താൽ സ്പീഡ് 5 ആണ്. അപ്പോൾ 200 ബൈ 5 40 വരും. 40 സെക്കൻഡ് എടുക്കും അല്ലേ. 40 സെക്കൻഡ് എടുക്കും ഈ ബേർഡ് ഇവിടെ നിന്ന് ഇവിടെ എത്താൻ. എന്നാൽ ട്രെയിനിനെ ക്രോസ് ചെയ്യാൻ 40 സെക്കൻഡ് എടുക്കും. ഇനി ഇതേ ക്വസ്റ്റ്യൻ ഞാൻ വേറെ രൂപത്തിൽ പറയുന്നു. ഈ ട്രെയിൻ ഉണ്ടല്ലോ, ട്രെയിനും മൂവ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. 200 മീറ്റർ ലെങ്ത് ഉള്ള ഈ ട്രെയിൻ മൂവ് ചെയ്യുന്നു. ട്രെയിന് ഓപ്പോസിറ്റായി മൂവ് ചെയ്യുന്നു. അപ്പോൾ ബേർഡ് നേരത്തെ നിർത്തിയിട്ട ട്രെയിനും എന്നിട്ട് ബേർഡ് ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്നു. അപ്പോൾ അത് ഇവിടുന്ന് ഇവിടെ എത്താൻ 40 സെക്കൻഡ് എടുക്കും. ഇപ്പോൾ ട്രെയിനും മൂവ് ചെയ്യുന്നു. ട്രെയിനിൻ്റെ വെലോസിറ്റി ഒരു 72 കിലോമീറ്റർ പെർ ഹവർ എടുക്കുക. 72 കിലോമീറ്റർ. ഇതുള്ളത് മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. അപ്പോൾ ഇതും മീറ്റർ പെർ സെക്കൻഡ് ആക്കുക. മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്താ ചെയ്യേണ്ടത്? 72 × 5/18 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇത് വെട്ടിയാൽ 4 വരും. 4 × 5 20 വരും. 20 മീറ്റർ പെർ സെക്കൻഡാണ് ആരുടെ സ്പീഡ്? ട്രെയിനിൻ്റെ സ്പീഡ്. അപ്പോൾ ട്രെയിനിൻ്റെ സ്പീഡ് ഇങ്ങനെയാണ്. ഇത് രണ്ടും വരുന്ന ഓപ്പോസിറ്റ് ആയിട്ടല്ലേ മക്കളെ വരുന്നത്? രണ്ടും ഓപ്പോസിറ്റായി വരുമ്പോൾ ഇതും ഫ്ലൈ ചെയ്യുന്നു, ട്രെയിനും മൂവ് ചെയ്യുന്നു. ഓപ്പോസിറ്റായി വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നേരത്തെ നിർത്തിയിട്ട ട്രെയിനായതുകൊണ്ട് ഇത് ഇവിടുന്ന് ഇവിടെ എത്താൻ കുറേ സമയം എടുക്കും അല്ലേ. ഇത് ഓപ്പോസിറ്റായി വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് കടന്നു പോകും.
പെട്ടെന്ന് പാസ് ചെയ്തു പോകും, പെട്ടെന്ന് കിടക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ടൈം കുറയും, വളരെ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ സമയം കുറവായിരിക്കും, പെട്ടെന്ന് അങ്ങ് പാസ് ചെയ്യും. അപ്പോൾ ഈ കേസിൽ നമ്മൾ ടൈം ചോദിച്ചാലോ, ഈ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ടൈം ഈ കേസിൽ ചോദിച്ചു. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്യാം. എന്ത് ടൈം ഈക്വൽ എന്നാ, ടൈം ഈക്വൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ, ആ ഫോമിൽ തന്നെ ഞാൻ എഴുതി ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നുള്ള ഫോമിൽ തന്നെ ഞാൻ എഴുതി. പക്ഷേ ഇവിടെ സ്പീഡ് എടുക്കുമ്പോൾ ഏത് സ്പീഡ് എടുക്കും, രണ്ടിനും സ്പീഡ് ഉണ്ടല്ലോ, ഇത് ഇങ്ങോട്ടും വരുന്നുണ്ട്, ഇത് ഇങ്ങോട്ടും വരുന്നുണ്ട്, ഓപ്പോസിറ്റായിട്ട് പോകുന്നുണ്ട്. ഓപ്പോസിറ്റായിട്ട് പോകുമ്പോൾ നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിൽ ഉറപ്പാണ്, പെട്ടെന്ന് ഓപ്പോസിറ്റായിട്ട് രണ്ടാൾ മൂവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് കടന്നു പോകുക എന്ന് പറയുമ്പോൾ ടൈം വളരെ കുറയും. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ നിങ്ങൾ സ്പീഡ് എടുക്കുമ്പോൾ റിലേറ്റീവ് സ്പീഡ് എടുക്കണം. അപ്പോൾ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ലെങ്ത്, ട്രെയിനിൻ്റെ ലെങ്ത് എത്ര 200, ഡിസ്റ്റൻസ് 200 ബൈ റിലേറ്റീവ് സ്പീഡ് എടുക്കണം. റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുമ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടല്ലേ മൂവ് ചെയ്യുന്നത്. ഓപ്പോസിറ്റായിട്ട് മൂവ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന റിലേറ്റീവ് വെലോസിറ്റി എങ്ങനെയാണ്, റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ VA + VB ആണ്. ഓപ്പോസിറ്റായിട്ട് മൂവ് ചെയ്യുമ്പോൾ VA + VB അല്ലേ. അപ്പോൾ ഈ വെലോസിറ്റിയും തമ്മിൽ ആഡ് ചെയ്യണം. ഓപ്പോസിറ്റായിട്ട് മൂവ് ചെയ്യുമ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ആഡ് ചെയ്യണം. അപ്പോൾ 5 + 20 അപ്പോൾ 200 ഡിവൈഡ് ബൈ 25. മനസ്സിലായി. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യനിലാണ് റിലേറ്റീവ് വെലോസിറ്റിൻ്റെ ഇമ്പോർട്ടൻസ് വരിക. രണ്ടും മൂവ് ചെയ്യുന്ന സമയത്ത് റിലേറ്റീവ് സ്പീഡ് എടുക്കണം. ഈ കേസിൽ റിലേറ്റീവ് സ്പീഡ് എടുക്കണം. അപ്പോൾ 200/25 എത്രയാണ്, 8 അല്ലേ വരിക. അപ്പോൾ 8 സെക്കൻഡാണ് വരിക, നേരത്തെ 40 സെക്കൻഡ്. അപ്പോൾ നിർത്തിയിട്ട ട്രെയിനാണെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഇവിടെ എത്താൻ 40 സെക്കൻഡ് എടുക്കും, 40 സെക്കൻഡ് എടുക്കും ഇവിടെ നിന്ന് ഇവിടെ എത്താൻ, നിർത്തിയിട്ട ട്രെയിനാണെങ്കിൽ. പക്ഷേ രണ്ടാളും ഓപ്പോസിറ്റായി മൂവ് ചെയ്യുമ്പോൾ ഇത് ക്രോസ് ചെയ്യാൻ, ബേർഡും ട്രെയിനും ക്രോസ് ചെയ്യാൻ വെറും 8 സെക്കൻഡ് എടുക്കും. 8 സെക്കൻഡ് കൊണ്ട് ഇവർ ക്രോസ് ചെയ്ത് പോകും, എന്നാൽ പെട്ടെന്ന് അങ്ങ് ക്രോസ് ചെയ്ത് പോകും. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യനിലാണ് റിലേറ്റീവ് സ്പീഡ് എടുക്കേണ്ടത്. ഓപ്പോസിറ്റായി മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് VA + VB എടുത്തത്. റിലേറ്റീവ് സ്പീഡ് രണ്ടും ആഡ് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ ചെറിയൊരു കാര്യം കൂടി, ഒരു ഗ്രാഫിൻ്റെ ചെറിയൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നെക്സ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു കാര്യം പറയാം. ഇങ്ങനെ ഒരു ഗ്രാഫുകൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതുകൊണ്ടൊന്ന് പറയുന്നതാണ്. വലിയ ഇത് അത്ര ഇമ്പോർട്ടൻറ്റ് സംഭവം ഒന്നുമല്ല, എങ്കിലും ഒന്ന് ജസ്റ്റ് പറയാം, ബുക്കിലുള്ളത് കൊണ്ട് പറയാണ്. ഇപ്പോൾ A, B എന്ന് പറഞ്ഞ രണ്ട് വസ്തുക്കളാണ് എയും ബിയും. ഈ രണ്ട് വസ്തുക്കളുടെ നിങ്ങളോട് റിലേറ്റീവ് വെലോസിറ്റി ചോദിക്കാമെന്ന് വിചാരിച്ചോ. റിലേറ്റീവ് വെലോസിറ്റി എന്താണ്? അപ്പോൾ രണ്ട് വസ്തുക്കൾ, A എന്ന് പറഞ്ഞൊരു വസ്തു, B എന്ന് പറഞ്ഞൊരു വസ്തു, ഈ രണ്ട് വസ്തുക്കളുടെ റിലേറ്റീവ് വെലോസിറ്റി ചോദിച്ചു. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇത് പൊസിഷൻ ടൈം ഗ്രാഫ് അല്ലേ, ഗ്രാഫാണ്. ഈ ഗ്രാഫ് രണ്ട് പാരലായിട്ട് ഒരേപോലെ പാരലായിട്ടല്ലേ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതിൻ്റെ ആംഗിളും ഇതേ ആംഗിൾ, ഇതിപ്പോൾ 30 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളും 30 ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലേ. കാരണം ഇത് ഒരേപോലെ ഇങ്ങനെ പാരലായിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഈ ആംഗിൾ തന്നെയായിരിക്കും ഈ ആംഗിൾ. ഇത് പൊസിഷൻ ടൈം ഗ്രാഫ് അല്ലേ. XT ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് എങ്ങനെയാണ് വെലോസിറ്റി കാണാം? പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് വെലോസിറ്റി കണ്ടത് വെലോസിറ്റിക്കൽ സ്ലോപ്പാണ്. വെലോസിറ്റിക്കൽ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് എന്നല്ലേ പഠിച്ചത്? വെലോസിറ്റിക്കൽ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റിക്കൽ ടാൻ തീറ്റ അല്ലേ വരിക. അപ്പോൾ ഈ തീറ്റയും സെയിം അല്ലേ, തീറ്റ സെയിം. അപ്പോൾ തീറ്റ സെയിം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൻ്റെ കേസിൽ വെലോസിറ്റി എന്ത് വരും? വെലോസിറ്റി ടാൻ തീറ്റ. അപ്പോൾ ടാൻ തീറ്റ 30, അങ്ങനെയാണ് ടാൻ 30. ഇതിൻ്റെ കേസിലും ടാൻ 30 അങ്ങനല്ലേ വരിക. എന്ന് വെച്ചാൽ തീറ്റ സെയിം ആയതുകൊണ്ട്, രണ്ടിൻ്റെ കേസിൽ ഈ തീറ്റ സെയിം ആയതുകൊണ്ട് വെലോസിറ്റി എന്താണ്? സെയിമാണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് എയും വെലോസിറ്റി ഓഫ് ബിയും എന്താണ്? സെയിമാണ്. വെലോസിറ്റി ഓഫ് എയും വെലോസിറ്റി ഓഫ് ബിയും സെയിമാണ്. ഇവർ ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് വെച്ചാൽ രണ്ടാളും മൂവ് ചെയ്യുന്ന ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എങ്ങനെയാണ്? റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ VA - VB അല്ലെ VB - VA. ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ. A വിത്ത് റെസ്പെക്ട് ടു B ആണെങ്കിൽ VA - VB, B വിത്ത് റെസ്പെക്ട് ടു A ആണെങ്കിൽ VB - VA. ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ. പക്ഷേ തീറ്റ സെയിം ആയതുകൊണ്ട് ടാൻ തീറ്റ എന്തായിരിക്കും? സെയിം ആയി. ടാൻ തീറ്റ എന്നാണ് വെലോസിറ്റി, സ്ലോപ്പാണ്, സ്ലോപ്പിക്കൽ വെലോസിറ്റി എന്നല്ലേ പഠിച്ചേ. അപ്പോൾ തീറ്റ സെയിം ആയതുകൊണ്ട് വെലോസിറ്റി എന്താണ്? സെയിമാണ്. അപ്പോൾ വെലോസിറ്റി സെയിം ആയതുകൊണ്ട് ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എന്താ വരിക? റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ VA - VB. അപ്പോൾ 0. ഇത് രണ്ട് സെയിം അല്ലേ, സെയിം ആയാൽ ഇത് മൈനസ് ഇത് VA - VB എന്ന് പറഞ്ഞാൽ 0 വരിക. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി 0 ആണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുക? ഒരേ ഡയറക്ഷനിലല്ലേ മൂവ് ചെയ്യുന്നത്. A എന്ന് പറയുന്ന ബോഡിയും B എന്ന് പറയുന്ന ബോഡിയും ഒരേ ഡയറക്ഷനിലല്ലേ മൂവ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ വെലോസിറ്റിയും ഇതിൻ്റെ വെലോസിറ്റി എന്താണ്? സെയിമാണ്. വെലോസിറ്റി സെയിമാണ്.
സെയിം ആയതുകൊണ്ട് അപ്പോൾ ഒരേ വെലോസിറ്റി രണ്ടാളും ഇങ്ങനെ പോവുക, ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ പോവുക, ഒരേ വെലോസിറ്റിയിലായതുകൊണ്ട് ഇവർ തമ്മിൽ ഇത്ര അകലം ഉണ്ടെങ്കിൽ, സ്റ്റാർട്ടിങ്ങിൽ ഇത്ര അകലം ഉണ്ടെങ്കിൽ അതേ അകലം, കാരണം അതിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരേ സ്പീഡിൽ ഒരേ വെലോസിറ്റിയിൽ രണ്ടാളും ഇങ്ങനെ പോവുക, ഒരേ വെലോസിറ്റി പോകുന്നതുകൊണ്ട് ഇതേ ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്യും. കാരണം ആർക്കും ആരെയും ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. ഇതേ ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്ത് ഇങ്ങനെ പോകും. കാരണം റിലേറ്റീവ് വെലോസിറ്റി എന്താണ്? 0. റിലേറ്റീവ് വെലോസിറ്റി 0 എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതിൻ്റെ വെലോസിറ്റിയും സെയിം ആണ്. അപ്പോൾ ഒരേ വെലോസിറ്റിയിലാണ് രണ്ടാളും പോകുന്നത്, ഒരേ വെലോസിറ്റി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേ ഡിസ്റ്റൻസ് എപ്പോഴും അവർ കീപ്പ് ചെയ്ത് ഇങ്ങനെ പോകും. ഓക്കെ, ഇനി ഈ കേസ് ഒന്ന് എടുത്ത് നോക്കൂ. ഈ കേസിൽ അഗൈൻ പൊസിഷൻ ടൈം ഗ്രാഫ് അല്ലേ? പൊസിഷൻ ടൈം ഗ്രാഫ് ആകുമ്പോൾ വെലോസിറ്റി എങ്ങനെ കാണാം? വെലോസിറ്റിക്കലെന്ന സ്ലോപ്പ് എന്ന് വെച്ചാൽ ടാൻ തീറ്റ. വെലോസിറ്റിക്കൽ സ്ലോപ്പാണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണ്. ഇതിൻ്റെ തീറ്റ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ തീറ്റ ഇങ്ങനെ വരും അല്ലേ? അപ്പോൾ ഈ കേസിൽ തീറ്റ കൂടുതലാണ്. അപ്പോൾ തീറ്റ കൂടുതലാണെങ്കിൽ അർത്ഥം വെലോസിറ്റി കൂടുതലാണ്. തീറ്റ കൂടുതൽ ആരുടെ കേസിലാണ്? തീറ്റ കൂടുതൽ ബീൻ്റെ കേസിലാണ്. തീറ്റ കൂടുതലാണ്. തീറ്റ കൂടുതലായതുകൊണ്ട് വെലോസിറ്റി കൂടുതലാണ്. അപ്പോൾ ആരുടെ കേസിൽ? ബീൻ്റെ കേസിൽ വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി ഓഫ് ബി ഗ്രേറ്റർ ദാൻ വെലോസിറ്റി ഓഫ് എ ആണ്. കാരണം ഈ കേസിലാണ് തീറ്റ കൂടുതലാകുമ്പോൾ സ്ലോപ്പ് കൂടുന്ന വെലോസിറ്റി കൂടും. അപ്പോൾ ബീൻ്റെ കേസിലാണ് വെലോസിറ്റി കൂടുതൽ. അപ്പോൾ വെലോസിറ്റി ഓഫ് ബി ഗ്രേറ്റർ ദാൻ വെലോസിറ്റി ഓഫ് എ ആണ്. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ എ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് മുന്നിലുണ്ടെന്ന് വിചാരിച്ചോ. ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത്. എ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് മുന്നിലുണ്ട്, ബി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ബാക്കിലുണ്ട് വിചാരിച്ചു. ആർക്കാ വെലോസിറ്റി കൂടുതൽ ആർക്കാ? ബിക്കാ. ഇത് വെലോസിറ്റി ഓഫ് എ, ഇത് വെലോസിറ്റി ഓഫ് ബി. വെലോസിറ്റി കൂടുതൽ ആർക്കാണ്? ബിക്കാണ് വെലോസിറ്റി കൂടുതൽ. അപ്പോൾ എന്ത് സംഭവിക്കും? എ മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷേ ബിയും മൂവ് ചെയ്ത് ഇനി വെലോസിറ്റി കൂടുതലായതുകൊണ്ട് എന്ത് സംഭവിക്കും? വെലോസിറ്റി കൂടുതലായതുകൊണ്ട് ഇത് അതിനെ അപ്രോച്ച് ചെയ്യും അല്ലേ? ഇത് അതിൻ്റെ അടുത്തേക്ക് വരും. കാരണം അത് മൂവ് ചെയ്തോട്ടെ, പക്ഷേ അതിന് വെലോസിറ്റി കുറവാണ്. അപ്പോൾ ഇതിന് വെലോസിറ്റി കൂടുതലായതുകൊണ്ട് ഇത് അതിനെ അപ്രോച്ച് ചെയ്യുന്ന അർത്ഥം ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായി വരും? കുറഞ്ഞു വരും അല്ലേ? കുറഞ്ഞ് ലാസ്റ്റ് ബി എനെ എന്ത് ചെയ്യും? ഓവർടേക്ക് ചെയ്യുന്ന പോയിൻ്റായത്. ഓവർടേക്ക് ചെയ്തിട്ട് പിന്നെ ആര് അകന്നു പോവും? ബി അങ്ങ് അകന്നു പോവും. കാരണം ബിക്ക് വെലോസിറ്റി കൂടുതലല്ലേ? അപ്പോൾ ബിക്ക് വെലോസിറ്റി കൂടുതലായതുകൊണ്ട് ബി എനെ ഓവർടേക്ക് ചെയ്തിട്ട് പിന്നെ ഇവർ അകന്നു പോവും. അപ്പോൾ ആദ്യം എയും ബിയും തമ്മിൽ അടുത്തടുത്ത് വരും കേട്ടോ. ഇത് എ ബി രണ്ട് വസ്തുക്കളല്ലേ? അപ്പോൾ ഇത് അടുത്തടുത്ത് വരും. അടുത്തടുത്ത് ഓവർടേക്ക് ചെയ്തിട്ട് പിന്നെ ഇവരങ്ങ് അകന്നു പോവും. അങ്ങനെയാണ് സംഭവിക്കുക. കാരണം ബി വളരെ ഫാസ്റ്റ് അല്ലേ പോകുന്നത്. അപ്പോൾ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബി അങ്ങ് വളരെ മുന്നിലങ്ങ് എത്തിപ്പോവും, പാസ് ചെയ്ത് അകന്നു പോവും. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഇതോടുകൂടി കഴിയാണ്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ അഡീഷണൽ ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ബുക്ക് എടുത്ത് വെച്ച് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കണമെങ്കിൽ പേഴ്സണലായിട്ട് ചോദിച്ചോളൂ, നോ പ്രോബ്ലം. ഓക്കെ, ശരി.